ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിലോപ്പി ഉപയോഗിച്ചൊരു വ്യത്യസ്തമായി കറി ഉണ്ടാക്കാം. ഈ മീനിനെ നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതാ നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത മീൻ. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, പച്ചമുളക് 3 നടുവേ കീറിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഉലുവ, കുടംപുളി, ഉപ്പ് ആവശ്യത്തിന്, അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ, പിന്നെ കറിവേപ്പിലയും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായി ആദ്യമേ തീ കത്തിച്ച് ചട്ടി ചൂടാകാനായി വെക്കുക. ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ പാകത്തിന് ഒഴിക്കുക. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ചേർക്കുക. കടുകിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടെ ചേർക്കുക. ഉലുവ അതിനൊപ്പം തന്നെ ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി എണ്ണ ചൂടാകുന്നവരെ കാത്തിരിക്കുക. അതോടൊപ്പം കടുകും പൊട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആ രണ്ടും ഉറപ്പായ ശേഷം അത് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുക. അതിനോടൊപ്പം തന്നെ അതൊന്ന് ഇളക്കി വെക്കുക. ഇളക്കി വെച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് ഇളക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന 3 പച്ചമുളക്, നടുവേ കീറിയ പച്ചമുളക് ആ കൂട്ടത്തിൽ തന്നെ ഒന്ന് ഇട്ട് ഇളക്കി ഒന്ന് വഴട്ടുക. അത് ഇട്ട ശേഷം അരിഞ്ഞരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി അത്രയും ഇട്ട ശേഷം എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി വഴട്ടുക. ഇത് കുറച്ചു നേരം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിറം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പാകത്തിലെത്തും. നമ്മൾ ഇതുണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായ ചേരുവകളായിരിക്കും ഇതിനുള്ളത്. അപ്പോൾ ഏതാണ്ട് അതിൻ്റെ നിറം മാറി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടെ മാറുന്നവരെ അതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കി ഒരു പാകത്തിലാകുമ്പോഴാണ് അടുത്ത ചേരുവ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി ഒന്ന് നിറം മാറി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കുറച്ച് സമയ ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ഇട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് കറക്കി യോജിപ്പിക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് ഇളക്കി ഒരു പരുവത്തിലെത്തിക്കുക. ഇതിനെ നല്ലപോലെ ഇട്ട് ചൂടാക്കി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി നിൽക്കുക.
ഒന്ന് ഇളക്കി ഇത്രയും കഴിഞ്ഞ് ഇതിൻ്റെ പച്ചമണം മാറിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക. പുളിയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് അത് ചൂടാക്കുക. ഇതിനി ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനായിട്ടുള്ള നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. ഉപ്പും കൂടെ ഇട്ട ശേഷം അതൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കണം നമ്മൾ. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടുക. അവരുടെ രുചിക്കനുസരിച്ച് ചേർത്താൽ മതി. ഉപ്പ് നമ്മൾ ചേർത്ത് വെച്ചിരുന്ന ആ കൂട്ടിലേക്ക് ഒഴിച്ച് വെക്കുക. ഇനി ആ ചാറൊന്ന് തിളയ്ക്കുന്നത് വരെ നമ്മൾ അതൊന്ന് കാത്തിരിക്കുക. അതിന് ശേഷം കറിവേപ്പില ചേർക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മീൻ ഓരോന്നേ ഇതിലേക്ക് ഇടുക. എല്ലാ മീനും ഇനി ഇട്ട ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. കുറച്ച് നേരം ഒരു 5-8 നേരത്തേക്ക് ഒന്ന് വെച്ചാൽ മതി. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി സ്വല്പം വെളിച്ചെണ്ണയും തൂവി 2 തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് മൂടി വെക്കുക.
ഇനി അടച്ചു വെച്ച ശേഷം കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതാ നമ്മുടെ സിലോപ്പിയ തേങ്ങാപ്പാൽ കറി റെഡിയായി. എല്ലാവരും നമ്മുടെ ഇന്നത്തെ മീൻകറി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.